ഞാൻ ഉണ്ടാക്കി നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണിത്. ഓണം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ഇതുപോലൊരു വെറൈറ്റി മുട്ട മസാല ഉണ്ടാക്കാൻ. കിടിലൻ റെസിപ്പിയാണ്. ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ പേജിൽ കണ്ടതാണ്. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പമുള്ള റെസിപ്പിയാണ്. സോ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു എറ്റിക് ബാ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് കൊറിയാണ്ടറും ഒരു പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി സ്ക്വയറായി കട്ട് ചെയ്തതും 4-5 വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളക് സോക്ക് ചെയ്ത് വെച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങാം. കോഴിമുട്ട പുഴുങ്ങുമ്പോൾ കൃത്യം 8 മിനിറ്റ് നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുഴുങ്ങിയ മുട്ട കിട്ടും. അതിലോട്ട് ഞാൻ ഒരു കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്കൊരു ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളി അല്ലികളും ഈ തക്കാളിയും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഈ മുട്ട പുഴുങ്ങിയത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പൊട്ടിപ്പോവുക പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല, വേവാതിരിക്കുകയും ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു എഗ് കട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 80 രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. ഇതില്ലെങ്കിൽ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ബ്ലേഡോ നൈഫോ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എഗ്ഗിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. കാരണം ഇത് എല്ലാ സൈഡിലോട്ടും മസാല പിടിച്ച് എഗ്ഗ് പ്രോപ്പറായിട്ട് കുക്കാവും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാനിതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ 1 ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഞാനിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സവാളയാണ് ഞാൻ ഇതിലോട്ടായി എടുത്തിരിക്കുന്ന 5 മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് വഴണ്ട് വരാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നല്ല രീതിക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ തക്കാളിക്ക് നല്ല പച്ചമണം ഉണ്ടാകും. അപ്പം ഞാൻ ഇതിലോട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഇനി ഇത് നല്ല രീതിക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇനി വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ തക്കാളിയുടെ പേസ്റ്റാക്കി അതേ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം പോരാന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. അത് കഴിഞ്ഞ് ഞാനിത് നല്ല രീതിക്കൊന്ന് ഇളക്കി ചൂടാക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട മുഴുവൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അത് മുട്ട ഇട്ടതിന് ശേഷം ഭയങ്കര ഹാർഡായിട്ട് ഇത് ഇളക്കി കൊടുക്കാതിരിക്കുക. ജസ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് മുട്ട എല്ലാ രീതിക്കും മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി മുട്ട ഇതിലോട്ട് ഒരു 2 മിനിറ്റ് കുക്കായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടേസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തി പൊടിച്ച് നല്ല രീതിക്ക് ഇതിന് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി അളവിന് ചോപ്പ് ചെയ്ത മല്ലിയില അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ മുട്ട മസാല റെഡിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. ഇതിന് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാം ഒരേപോലെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.